ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ബനാന, മാംഗോ, ആപ്പിള്, പിന്നെ ഉറുമാമ്പഴം, കാഷ്യൂ, ബ്ലാക്ക് കസ്കസ്. ഉറുമാമ്പഴം, ബനാന നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയത്. കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമല്ല ചേർക്കുന്നത്, ഒരല്പം പാലാണ് ഒഴിച്ചത്. ഫ്രൂട്ട്സ് ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നട്ട്സ് ഞാൻ അപ്പൊ ഇനി അതിലേക്ക് മാംഗോയാണ് ചേർക്കുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്. മക്കൾ ഐസ്ക്രീം വാങ്ങി തരുവച്ചപ്പോ വീട്ടിൽ നിന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഐസ്ക്രീം ഞാനിവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ, സാധാരണ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പുറത്തുനിന്ന് ഒരു പാക്കറ്റ് വാങ്ങിയതാണ്. ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലോ, മക്കൾക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വന്നാലോ. സ്കൂൾ അവധിയൊന്നും അല്ലല്ലോ. അവധിയൊക്കെ ആണ് സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഏത് സമയം നമുക്ക് കൊടുക്കാം. ഇതിപ്പോ സ്കൂളിൽ ലീവ് ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഒരു പാക്കറ്റ് ജസ്റ്റ് ഐസ്ക്രീം വാങ്ങിയെന്നുള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബനാനയും മാംഗോയും ആപ്പിളും അതുപോലെ തന്നെ ഉറുമാമ്പഴവും കുറച്ച് കാഷ്യൂം പിന്നെ ഉള്ളത് ബ്ലാക്ക് കസ്കസും. ഇത്രയാണ് ഞാനിവിടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഉറുമാമ്പഴവും ബനാനയും നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് പീൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വരാം. കസ്കസ് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമല്ല ചേർക്കുന്നത്, ഒരല്പം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നട്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അതിലേക്ക് മാംഗോയാണ് ചേർക്കുന്നത്. ജസ്റ്റ് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉടഞ്ഞു പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഐസ്ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെയുള്ള ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് ഫ്രൂട്ട് സലാഡിനൊക്കെ കഴിക്കുന്ന ഗ്ലാസ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ റിഫക്ക് അവളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്, അവളുടെ ഫ്രണ്ട്സ് കൊടുത്തതാണ് കേട്ടോ ഈ ഗ്ലാസ്സുകൾ. പാലിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള കസ്കസ് ഞാൻ ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലേക്കും. ഇത് സ്കൂപ്പ് ഇല്ലാത്തത് കാരണം ഞാനൊരു തവിയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് 2 തവി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. ഐസ്ക്രീം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് മക്കൾക്ക് ഫ്രൂട്ട്സ് കുറച്ചും കൂടെ അകത്താകാൻ വേണ്ടിയിട്ടാണ്. ഐസ്ക്രീമിന്റെ കൂടെ അത് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും കൂടെ കഴിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തന്നെ ഫ്രൂട്ട്സ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. I have a peanut butter. I have a peanut. Done. It's all grapes. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഐസ്ക്രീമിന്റെ വിശേഷങ്ങൾ. ഇത്രയും ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തത് എന്തുകൊണ്ടാണോ, മക്കൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ അകത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വെറുതെ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കഷ്ണം 2 പീസൊക്കെ തിന്നിട്ട് അവർ ബാക്കി കളയും, അല്ലെങ്കിൽ കടിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ചാടും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ഐസ്ക്രീമിന്റെ കൂടെ അല്ലെങ്കിൽ വെജിറ്റബിൾസും കൊടുക്കാട്ടോ. ഞാൻ ഇടയ്ക്ക് ഇവർക്ക് വെജിറ്റബിൾസും ഇതിന്റെ കൂടെ കൊടുക്കാറുണ്ട്. കുറച്ച് ക്യാരറ്റും അവർ കഴിക്കുന്ന കുറച്ച് വെജിറ്റബിൾസും ഇതിന്റെ കൂടെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അവരത് ഈസി ആയിട്ട് തന്നെ കഴിച്ചോളും. നമുക്ക് സന്തോഷമാവും, അവര് വയറ് ഫില്ലായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് വരും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.